ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് കാറുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് ഫാമിലീസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പിടി കാറുകളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ കാർ മാരുതി സുസുക്കി എസ്റ്റീം ആണ്. 1994 ഇത് ലോഞ്ച് ചെയ്തത്. 1298 സിസിയും 1.3 ലിറ്റർ പെട്രോൾ എഞ്ചിനുമായിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഇറങ്ങി ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഇന്ത്യൻ അഫോർഡബിൾ സെഡാനായിട്ട് മാറാൻ ഈ ഒരു കാറിന് സാധിച്ചു. ഏകദേശം 16 km/ലിറ്റർ വരെ മൈലേജ് ആണ് തന്നിരുന്നത്. ഏകദേശം 4 to 5 ലക്ഷം വരെയായിരുന്നു ഇതിന്റെ അന്നത്തെ വില. പിന്നീട് 2005 ഈ ഒരു കാർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. അടുത്ത പോപ്പുലർ ആയിട്ടുള്ള സ്റ്റാർ കാർ എന്ന് പറയുന്നത് ടാറ്റ ഇൻഡിക്കയാണ്. 1999 ഇത് ലോഞ്ച് ചെയ്തത് ഇന്ത്യയിൽ. 1405 സിസിയുടെ 1.4 ലിറ്റർ പെട്രോൾ ആൻഡ് ഡീസൽ എഞ്ചിൻ വേരിയൻസിലാണ് ഇത് ഇറങ്ങിയത്. 60 bhp പെട്രോൾ എഞ്ചിനും 54 bhp ഡീസൽ എഞ്ചിനുമായിട്ടാണ് ഇത് ഇറങ്ങിയത്. ടാറ്റ ഇൻഡിക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇന്ത്യൻ ഹാച്ച് ബാക്ക് വിത്ത് ഡീസൽ എഞ്ചിൻ എന്നാണ് ഇതിന്റെ വിശേഷിപ്പിച്ചിരുന്നത്. ഏകദേശം 14 km/ലിറ്റർ മൈലേജ് ആണ് ഈ രണ്ട് വേരിയൻസും തന്നിരുന്നത്. ലോഞ്ച് ചെയ്ത സമയത്ത് ഏകദേശം 2.5 ലക്ഷമായിരുന്നു ഇതിന്റെ വില. പിന്നീട് ഇതിന്റെ ഒരുപാട് പുതിയ മോഡൽസ് വന്നെങ്കിലും 2018 ടാറ്റ ഇൻഡിക്ക ഡിസ്കണ്ടിന്യൂ ചെയ്തു. അടുത്ത സ്റ്റാർ കാർ എന്ന് പറയുന്നത് ഫോർഡ് ഐക്കൺ ആണ്. 1999 ഇത് ലോഞ്ച് ചെയ്തത്. 1299 സിസിയുടെ 1.3 ലിറ്റർ പെട്രോൾ എഞ്ചിനായിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തത്. പിന്നീട് 1.6 ലിറ്റർ ഡീസൽ എഞ്ചിൻ വേരിയന്റും ഇത് ലോഞ്ച് ചെയ്തു. ഏകദേശം 59 bhp പവറുടെ പെട്രോൾ എഞ്ചിനും ഏകദേശം 92 bhp പവറുടെ ഡീസൽ എഞ്ചിനുമായിരുന്നു ഉണ്ടായിരുന്നത്. അമേരിക്കൻ ബ്രാൻഡായിട്ടുള്ള ഫോർഡിന്റെ ബ്രാൻഡ് വാല്യൂവും പിന്നെ ബിൽഡ് ക്വാളിറ്റിയും ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു കാർ ആ സമയത്ത് അത്യാവശ്യം പോപ്പുലർ ആയിരുന്നു. ഏകദേശം 14 to 15 km/ലിറ്റർ മൈലേജ് ആയിരുന്നു തന്നിരുന്നത്. പിന്നെ ലോഞ്ച് സമയത്ത് ഇതിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം 3 ലക്ഷമായിരുന്നു. പിന്നീട് 2011 ഈ ഒരു കാർ ഫോർഡ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. ആ സമയത്ത് ഫോർഡ് ഫിയസ്റ്റയുടെ സെഡാൻ വേർഷൻ എന്നും ഇതിനെ വിളിച്ചിരുന്നു. ഹ്യുണ്ടായി സാൻട്രോ. ഇന്ത്യയിൽ സാൻട്രോയുടെ ക്രേസ് എന്ന് പറഞ്ഞാൽ അപാര ക്രേസ് ആയിരുന്നു ഒരു സമയത്ത്. 1998 ലോഞ്ച് ചെയ്ത സാൻട്രോ ഇന്ത്യയുടെ പോപ്പുലർ ഫാമിലി ഹാച്ച് ആയിട്ടാണ് ഇറങ്ങിയിരുന്നത്. 995 സിസിയുടെ 1 ലിറ്റർ MPF5 പെട്രോൾ എഞ്ചിനായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഏകദേശം 20 km/ലിറ്റർ മൈലേജ് തന്നിരുന്നു. ലോഞ്ച് പ്രൈസ് എന്ന് പറഞ്ഞത് 3.5 ലക്ഷമൊക്കെ ആയിരുന്നു. 2014 ഡിസ്കണ്ടിന്യൂ ചെയ്ത സാൻട്രോ പിന്നീട് പുതിയൊരു മോഡലും പുതിയൊരു വെർഷനുമായിട്ട് 2018 അവർ ലോഞ്ച് ചെയ്തെങ്കിലും ഈ ഒരു പോപ്പുലാരിറ്റി പഴയ സാൻട്രോയുടെ പോപ്പുലാരിറ്റി അവർക്ക് തിരിച്ചുപിടിക്കാൻ പറ്റിയില്ല. അടുത്ത സ്റ്റാർ കാർ എന്ന് പറയുന്നത് മാരുതി 800 ആണ്. ഒരു കാലത്ത് ദ മോസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയും അഫോർഡബിൾ കാർ എന്ന് പറയുന്നത് മാരുതി 800 ആയിരുന്നു. ഏകദേശം 798 സിസി എഞ്ചിനുമായിട്ട് 1983 മാരുതി 800 ലോഞ്ച് ചെയ്തത്. 37 bhp പവറിന്റെ പെട്രോൾ എഞ്ചിനായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം 18 km/ലിറ്ററിന്റെ മൈലേജ് ആയിരുന്നു കമ്പനി അഷ്യൂർ ചെയ്തിരുന്നത്. ആൻഡ് ഇറങ്ങിയ സമയത്ത് വെറും 50,000 ആയിരുന്നു ഇതിന്റെ റേറ്റ്. പിന്നീട് ഒരുപാട് പുതിയ അപ്ഗ്രേഡേഷൻസ് വന്നെങ്കിലും 2014 ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. അടുത്ത പോപ്പുലർ സ്റ്റാർ കാർ എന്ന് പറയുന്നത് ഹോണ്ട സിറ്റി ആണ്. 1998 ലോഞ്ച് ചെയ്ത ഹോണ്ട സിറ്റി 1.3 ലിറ്റർ ആൻഡ് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിന്റെ വേരിയൻസ് ആയിട്ടാണ് ഇറങ്ങിയിരുന്നത്. 100 bhp പവറുടെ എഞ്ചിനും പിന്നെ 12 km/ലിറ്റർ മൈലേജുമാണ് കമ്പനി അഷ്യൂർ ചെയ്തിരുന്നത്. ഹോണ്ട എന്ന ബ്രാൻഡ് പോപ്പുലർ ആവാൻ കാരണം തന്നെ ഈ ഹോണ്ട സിറ്റി ആയിരുന്നു. ഇന്ത്യയിൽ 8.5 ലക്ഷം വിലയുള്ള ഈ ഒരു കാർ ഒരു പ്രീമിയം കോമ്പാക്ട് സെഡാൻ ആയിട്ടാണ് ഇറങ്ങിയിരുന്നത്. പിന്നീട് 2003 ഈ ഒരു ജനറേഷൻ ഹോണ്ട സിറ്റി ഡിസ്കണ്ടിന്യൂ ചെയ്തു. എങ്കിലും ഇതിന്റെ പുതിയ ജനറേഷൻസ് ഒക്കെ ഇപ്പോഴും റോഡിൽ ഓടുന്നുണ്ട്. ഗൈസ് ദാറ്റ്സ് ഓൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.